ജൂൺ 2 നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ കാലാവസ്ഥയും മഴയും അലർട്ടും വന്നു. അതിൻ്റെ അവധിയും ആരംഭിച്ചു. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇന്നു മുതൽ പ്രവർത്തന സമയം എന്നുള്ളത് അരമണിക്കൂർ അധികം എടുക്കുവാൻ കോടതിയുടെ ഒരു പ്രത്യേക ഉത്തരവ് സർക്കാരുകൾ നിർബന്ധമായി പാലിക്കണമെന്ന് വിജ്ഞാപനവും ഇറങ്ങി. 10 മണിക്ക് പ്രവർത്തനം ആരംഭിക്കുന്ന സ്കൂൾ ഇനി മുതൽ 9:45 അവസാനിക്കുന്നത് 4 മണി എന്നുള്ളത് 4:15 ഈ രീതിയിലേക്ക് പഠനത്തിൻ്റെ സമയക്രമത്തിൽ മാറ്റം ക്രമീകരിക്കുമ്പോൾ സ്കൂളിലേക്ക് എത്തിപ്പെടുന്ന വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തിരിച്ചറിയുക എന്നുള്ള ഒരു മനഃശാസ്ത്രപരമായ സമീപനം സർക്കാരോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ നടത്തിപ്പുകാരോ ആശങ്കപ്പെടുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായത്. അതോടൊപ്പം തന്നെ മതപഠനവുമായി ബന്ധപ്പെട്ട് മദ്രസ വിദ്യാർത്ഥികൾക്ക് കാലത്ത് അത് പൂർത്തീകരിച്ചതിന് ശേഷം 9:45 സ്കൂളിൽ എത്തിപ്പെടുക എന്നുള്ളത് ഒരു പ്രായോഗികമായി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിനെക്കുറിച്ച് മദ്രസയുടെ അവകാശികളോ കാര്യമായ രീതിയിലൊരു ചർച്ചയിലേക്ക് ഇതുവരെയും എത്തിപ്പെട്ടിട്ടില്ല. ഇനി സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ മന്ത്രി തന്നെ പ്രസ്താവിച്ചത് പ്രയാസങ്ങളുണ്ടെങ്കിൽ പരാതിപ്പെടാം എന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ സർക്കാരിന് ഗവൺമെൻറ്റിനെ സമീപിക്കാം. സർക്കാർ എന്നത് ജനങ്ങളുടെ ഓരോ സമയത്തെയും വികാരം മനസ്സിലാക്കേണ്ടതാണ്. പെരുന്നാൾ അവധിക്ക് വേണ്ടി പൊതുവായി പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ഉച്ചയ്ക്ക് നിശ്ചയിക്കപ്പെട്ട ലീവ് വൈകുന്നേരം ആകുമ്പോഴത്തേന് അത് പുനഃക്രമീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഒരു സമുദായത്തിൻ്റെ ആഘോഷം കൊണ്ടാടാനുള്ള സമയം പോലും അനുവദിച്ചു തന്നത്. അപ്പോൾ അത്രയേ ഉത്തരവാദിത്വം ഭരിക്കുന്ന ഭരണകർത്താക്കൾക്കുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവിടെയാണ് ഈ സ്കൂൾ സമയമാറ്റത്തിൻ്റെ വിഷയത്തിലുള്ള പ്രസക്തി മനസ്സിലാക്കേണ്ടത്. പരമാവധി സ്കൂൾ സമയമാറ്റത്തിൽ കോടതിയും സർക്കാരൊക്കെ ഒരു അനുകൂലമായ പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ നടന്നു പോരുന്ന ധാർമ്മിക മത വിദ്യാഭ്യാസത്തിൻ്റെ സമയത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ അത് വീണ്ടും പുനഃക്രമീകരിക്കണമെന്നാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഉണർത്താനുള്ളത്. ആ രീതിയിലേക്ക് സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന കക്ഷികളും അതുപോലെ തന്നെ നവ സാമൂഹിക പ്രസ്ഥാനങ്ങളും പൊതുവിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സമയവും കാര്യങ്ങൾ ക്രമീകരിക്കണം എന്നുള്ളതാണ് ഉണർത്താനുള്ളത്.